ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഒച്ച കേൾക്കണമെന്ന് അറിയാമല്ല. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞ പറയുന്നത് നമ്മൾ ഇന്ന് വീട്ടിലേക്ക് പോകാൻ സുഹൃത്തുക്കളെ. വിഷുവായി. വിഷുവിൻ്റെ തവർക്കും തിമിർപ്പും നേരത്തെ വീട്ടിലോട്ട് പോകാൻ പോകണേ. ഞാൻ ഓൾറെഡി ബാഗെല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്കൊന്ന് വൈറ്റ് ലെയർ പോകണമായിരുന്നു. യു നോ അപ്പോൾ നമ്മുടെ ബാഗെല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബൈ ബൈ റൂമേ, 5 ദിവസം കഴിഞ്ഞിട്ട് കാണാം. ബൈ ബൈ. ഇവിടെ ഒരു സാധനം ഇപ്പോൾ എങ്ങോട്ട് വരുന്നത് സന്തോഷമായിട്ടും പോകാൻ വേണ്ടി ബാഗ് പാക്ക് വെച്ചിട്ടുണ്ട്, എല്ലാം സെറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചളിക്കട്ടെ ബാഗ് എടുത്ത് നേരെ പുറത്തിറങ്ങട്ടെ. എന്നിട്ട് നേരെ വീട്ടിലോട്ട് പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് വേണം. കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ട്. മെയിൻ സാധനം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഇറങ്ങട്ടെ. അയ്യോ തളർന്ന് പോട്ടെ. ഇപ്പോൾ നമ്മൾ ബാഗെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ വീട്ടിലോട്ട് പോകണം. പോകണമെങ്കിൽ എന്തെങ്കിലും ചായ കുടിക്കണം. ഒന്നും കഴിച്ചിട്ടില്ല ഉച്ചക്ക്. ഓക്കെ, ഇനി പോവാം. ടാറ്റ വീട്, ലവ് യു, ലെറ്റ്സ് ഗോ. ഈശ്വര ബ്ലോഗ് കാണല്ലേ. അയ്യോ, വീട്ടിൽ വന്നിട്ട് പുറത്ത് കളിക്കേണ്ടത് വന്നപ്പോഴത്തേക്കും വട്ടത്തിൽ നീളത്തിൽ ത്രികോണത്തിൽ ഹൂക്ക് ഞാനെടുത്തിടും. പിന്നെ കണ്ണെന്ന് പറയുന്നത് മറ്റേ കോഫി ഡേറ്റ് 10 rupees വേണം, കോഫി ഡേറ്റ് വരണം എന്നുള്ള ഇതും പറഞ്ഞിട്ട് കൂക്ക്. ഒരാൾക്ക് ഡയറക്റ്റ് ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ചോദിച്ചോളേ, ചോദിക്കണേ കാര്യമില്ലല്ലോ, ചോദിച്ചോളേ. അവത്തെ ഭയങ്കര ഇട്ടിട്ട് പിന്നെ അവിടുന്ന് ഇവിടുന്ന് ആരെങ്കിലും വല്ലതും പറഞ്ഞവരെ കളയവരെ കൊന്നുകളയുന്ന നീ കൊന്നുകളയേ പറഞ്ഞില്ല ഞാൻ. അപ്പോഴത്തേക്കും ഇതായി ഓടിക്കളഞ്ഞാണ്. മെമ്മറി ഫുള്ളായി പോയി എനിക്ക്. അത് കാരണം പറയാൻ കിട്ടില്ല. ആളെന്തായാലും വന്നില്ല, പോയി. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പുറത്തിട്ടോ. എന്തായാലും ജിതിൻ നമ്മുടെ ഉണ്ണിക്കൊണ്ടില്ല, അവനോട് വരാനുണ്ട്. നമ്മൾ വന്നിട്ട് വേണം പോകാനായിട്ട്. അവന് വേണ്ടി വെയിറ്റ് ചെയ്യാം, കട അടച്ചിട്ട് വേണം വരാൻ. അതെ ഗൈസ്, നെക്സ്റ്റ് ഡേ ആയിരിക്കണം. ബിക്കോസ് ഇന്നലെ നമ്മൾ വൈകിട്ട് പോകാമെന്ന് പറഞ്ഞ പ്ലാനില്ലേ, അത് നമ്മൾ തൽക്കാലത്തേക്ക് ഇന്നത്തേക്ക് രാവിലത്തേക്ക് മാറ്റി. ബിക്കോസ് പടക്കം മേടിക്കുന്ന ഇടയിൽ വൈകുന്നേരം തിരക്കായിരുന്നു. അപ്പോൾ നമ്മളവിടെ പുള്ളിക്കാരൻ വിളിച്ച് തിരക്കിയപ്പോഴത്തേക്കും പറഞ്ഞ് എടാ രാവിലെ വന്നാൽ മതി എന്ന് പറഞ്ഞ്. അത് കാരണം നമ്മൾ രാവിലെ വെളുപ്പം കാലത്ത് വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇപ്പം വെളുപ്പം കാലത്ത് എഴുന്നേൽക്കുന്നത്. വെളുപ്പം കാലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരെ ഞാൻ നേരെ പോയി ഉണ്ണിക്കുട്ടനെ പിക്ക് ചെയ്ത് നമ്മൾ രണ്ടും കൂടെ പോകാൻ പോകണം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇന്ന് നമ്മളൊരു വേറെ ഇവിടെ നടത്തും വേല. പിന്നല്ല ഇന്നലെ പറ കൊണ്ട് സാധനം പിടിച്ച് പൊടിച്ച് പണ്ടാരടൊക്കെ അച്ഛൻ. ഞാൻ വണ്ടി എടുത്ത് ഉണ്ണിക്കൊണ്ട് വീട്ടിൽ വന്ന് അവൻ നേരെ പോയി അവൻ്റെ അമ്മാസിൻ്റെ കാർ എടുത്ത് നമ്മൾ ഇപ്പോൾ ഈ ചെറിയ നാരോ വഴികളിൽ 2 സൈഡും പച്ചപ്പ് നിറഞ്ഞ വഴികളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ട ഒരു കടയിലേക്കാണ്. 2 സൈഡും പച്ചപ്പും ഹരിതാപയും നിറഞ്ഞ ഈ വഴിയിലൂടെ നമ്മൾ എത്തിച്ചേരുന്ന ഒരു എന്തോ ഒരു കടയിലേക്കാണ്. ഇവിടെ ഉണ്ടാ ദൈവമേ. മാപ്പിനകത്ത് ഇവിടെ അത്തറയെന്ന് കാണിക്കുന്നുണ്ട്, എന്നാൽ ഇവിടെയൊന്നും കാണിക്കുന്നുമില്ല. എന്തിനാവോ എന്തോ. ആഹാ, ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ഈ സൈഡ് നമ്മൾ വന്നൊരു കുറേ കടയൊക്കെ കണ്ടിരുന്നത്. അത് ഏതെങ്കിലും കടയിൽ കയറുന്നു വാങ്ങിക്കുന്നു. ഒരു ഡെസ്റ്റിനേഷൻ ഓൺ ദ റൈറ്റ് എന്നാണ് കാണിക്കുന്നത്. നരസിംഹ ഫെയർവർക്സ് അതാണോ? അത് തന്നെ, ആ ഷട്ടർ തന്നെ. നരസിംഹ ഫെയർവർക്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന കട ഇതാ കാണുന്ന കടയായിരുന്നു. ആ കട പക്ഷേ ക്ലോസ് ആയിരുന്നു. സോ സാഡ്. പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളി ഓപ്പൺ 24 hours എന്ന് മാപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷെ എന്നിട്ടും കാര്യമില്ല. എന്താണ് ചേട്ടാ ഇങ്ങനെ? നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലേക്ക് റീൽ ഇട്ടൊക്കെ പിന്നെ കട തുറക്കാതെ എങ്ങനെ ശരി? ഓപ്പൺ 24 hours എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് നിങ്ങൾ ഉത്തരത്തില്ലാതെ കാണിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഷോ സാഡ്. നമ്മളിത് അടുത്ത പേര് കട കണ്ടത്, അങ്ങോട്ട് എന്തിനാ പോയി നോക്കാം. ആദിക്കാണോടാ? ആദിക്ക് അല്ല, രണ്ടായിട്ട് വിട്ട. ഇതാദ്യം കൂടി. ഇത് കുഞ്ഞതാ. ഇത് കുറച്ച് നോക്കി. ആദ്യം കത്തിക്കോടാ ഇനി. അത് ഓ, കഴിഞ്ഞ പ്രാവശ്യം തെങ്ങ് കത്തിച്ച് വിട്ട് ഇപ്രാവശ്യം നമുക്ക് മരം കത്തിക്കാം. ഓക്കെ, നീ ഇവരുടെ അത്രയും വലിയ എന്തൊരു ഐറ്റം വാങ്ങിച്ചാൽ നീ ഒരു 10-15 ടൈം വാങ്ങിച്ചിട്ടുണ്ടോ? അത്യാവശ്യം അത്ര ഉണ്ട്. 10-15 ഐറ്റം വാങ്ങിച്ചപ്പോ 2000 സംതിങ് ആയുള്ളു. ഞാൻ വാങ്ങിച്ചപ്പോ 1000 സംതിങ് ആയുള്ളു. നമ്മളെന്തായാലും പോണെങ്കിൽ വേറെ കടകൾ ഇങ്ങോട്ടായിരുന്നു പോകുന്നത്. റൈറ്റിലോട്ടല്ലേ കട ഉണ്ട്, കൂടെ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുള്ള കട. ഇവിടെയല്ലേ? നമ്മൾ വേറെ കടകളുണ്ട് ലെഫ്റ്റ്. നമ്മളിപ്പോ വാങ്ങിച്ച കടയിൽ നിന്ന് കുറച്ച് ഐറ്റംസ് കളിച്ചത് വേറെ റൈറ്റ് കടയിൽ പോയി എല്ലാ കടയിൽ നമ്മൾ അങ്ങോട്ട് എന്തായാലും നീ കണ്ടത്. പക്ഷെ എല്ലാ കടയും വാങ്ങിക്കണേ. വേറൊരു കടയിൽ ഞാൻ ഒരു സാധനം കണ്ടായിരുന്നു. അപ്പൊ അതെങ്ങനെ വാങ്ങിക്കാന്ന് പറയാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഇതല്ല ഇതല്ല, കുറച്ച് വലിയ കടയായിരുന്നു. മറ്റേയായിരുന്നു അത് തന്നെ, മറ്റേ തന്നെയാണ്, അല്ലാണ്ട് വേറെ കണ്ടില്ല. അപ്പുറത്തൊരു വലിയൊരു കട കണ്ടു. അപ്പൊ നമ്മൾ അവിടെ നിന്ന് പോയി നോക്കാന്ന് വിചാരിച്ചു. നമ്മളിങ്ങനെ പോണ വഴി കട കാണുമ്പോഴത്തേക്ക് ഓരോ കടയിലും കയറി. ഞാനിപ്പം മൊത്തം 1500 രൂപക്ക് സംതിങ് ഞാൻ പടക്കം വാങ്ങിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് വാങ്ങിക്കണം റോക്കറ്റ് വാങ്ങിക്കണം, പാളിപ്പടക്കം വാങ്ങിക്കണം, ഓലപ്പടക്കം വാങ്ങിക്കണം. അതൊക്കെ എൻ്റെ പരിപാടി കഴിഞ്ഞു. ശുഭം ശുഭാപ്തി വിശ്വാസം അത്രയേ ഉള്ളൂ. അത്രയും വാങ്ങിച്ചാൽ മതി, ബാക്കി ഒന്നുമില്ല. അത്രയും മതിയാവും എനിക്ക്. നമ്മൾ ഇവിടെ ഒരു കട കണ്ട്, ആ കട അങ്ങോട്ട് പോയി നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ഇത്ര ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട്. റോക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ദീർ റോക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, മത്താപ്പ് വാങ്ങിച്ചിട്ടുണ്ട്, എത്ര പടക്കം 3 വാങ്ങിച്ചിട്ടുണ്ട്. ഓരോരുത്തരും ഇപ്പോഴത്തെ തിരിഞ്ഞ് പോണ്ട് എന്തൊക്കെയോ വാങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ്. പിന്നെ ഒരു 12 ഷോട്ടിൻ്റെ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്, ഉണ്ണിക്കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ 12,000 രൂപ ചാൻസ് ഉണ്ട്. വലുതായിട്ട് ചെലവാക്കണമെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ കൺട്രോൾ പോയത് അറിഞ്ഞില്ല. സത്യം ആദ്യം ഇവിടെ കയറിയാൽ മതിയായിരുന്നു അല്ലേ? കുഴപ്പമില്ലെന്നല്ല, അവിടെയും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ കുറച്ചൊരു വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു, കുറച്ച് നല്ല പുതിയ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നൊരു പയ്യനെ നമ്മൾ അറിയായിരുന്നു. അവൻ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് 2 ചക്രം തന്നതാണ്. വലിയ ചക്രം നിന്ന് കൊള്ളാം. ഇനി എന്തായാലും ഇത് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം വീണ്ടും ഇറങ്ങണം. എന്താണ് കണിവെക്കാനുള്ള സാധനം മേടിക്കാനായിട്ട്. വെള്ളരി പച്ചക്കറി അതൊക്കെ ഇതൊക്കെ വാങ്ങിക്കണം. പിന്നെ കണിക്കുന്ന എവിടെയും കൊണ്ടേ കണിക്കൊന്ന് വിൽക്കാൻ പോയിരുന്നു. നോക്കട്ടെ, ആരെങ്കിലും കൊണ്ടേ കണിക്കൊന്ന് വിൽക്കാൻ പോയായിരുന്നു. അവിടെ ആരെങ്കിലും സെറ്റ് ആകാൻ പറ്റുമോ നോക്കട്ടെ. നീ വരോടെ കണിക്കൊന്ന് വിൽക്കാൻ? അവന് കടയുണ്ട്. നിന്റെ കട വെച്ചല്ലേ? പോവോ നോക്കാം. എന്തായാലും വീട്ടിലോട്ടെ ഫോണൊക്കെ എടുത്ത് ചായ കുടിക്കണം. MR ഫയർവർക്സ്. എന്തായാലും ഒരു വഴിക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് എന്തായാലും എന്താ പറയുക, പിന്നെ കണി വെക്കാനുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും വന്ന വഴിക്ക് ഫ്രൂട്ട്സ് പറഞ്ഞാൽ അവിടെ സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുറച്ചും ഈ മുന്തിരി വാങ്ങിച്ചിട്ടുണ്ട്, ഈ ഓറഞ്ച് വാങ്ങിച്ചിട്ടുണ്ട്, പൈനാപ്പിൾ വാങ്ങിച്ചു. അതില്ല ആപ്പിൾ എടുക്കണോ? നീ അത് അവിടെ നിന്ന് പാത്രം എടുത്തിട്ട് എടുക്കടാ. ആപ്പിൾ എടുക്കട്ടെ. ആപ്പിളൊരു 3 പോലെടാ. 3 ആപ്പിള്. ഞാൻ ഇതെല്ലാം എടുത്തിട്ട് വെച്ചിട്ട് ഞാൻ വരാവേ. ഫ്രൂട്ട്സിനൊക്കെ ഇത്രയും വിലയുണ്ടെന്ന് ഞാൻ ഇപ്പോഴേ അറിയുന്നു. ഞാൻ വാങ്ങിച്ചപ്പോഴത്തേക്കും അങ്ങ് വാങ്ങിച്ചാൽ എന്ത് ചെയ്ത് ഇന്ന് കണി വെക്കുക, നാളെ തിന്നുക എന്നുള്ള മെയിൻ പരിപാടി. ഇന്ന് രാത്രിക്ക് നാളെ ഒരു 9 മണിയാകുമ്പോൾ ഓരോന്നോരോന്ന് പൊങ്ങാൻ തുടങ്ങും. പഴം ഒഴിവയ്ക്കുന്നു, മുന്തിരി ഒഴിവയ്ക്കുന്നു, ഓറഞ്ച് ഒഴിവയ്ക്കുന്നു, അങ്ങനെ പൊങ്ങി എല്ലാവരും തിന്ന് തീർക്കുക. പിന്നെ നമുക്ക് കഴിക്കാനുള്ള കൂടി ആയതാണ് നമ്മൾ റേറ്റ് ഒക്കെ വാങ്ങിക്കുക. അതാണ്. അങ്ങനെ അതും കഴിഞ്ഞ് ഇത് നാളെ രാവിലത്തേക്കുള്ള പർച്ചേസ്. നാളെ കറി വെക്കാനുള്ള ഐറ്റംസ് വാങ്ങിക്കുന്ന പർച്ചേസ് മാത്രമേ ഉള്ളൂ. അതിന് നാളെ ആയിരിക്കും. എന്നിനിപ്പോൾ ഇത്രയല്ല പർച്ചേസ്. ബാക്കി ഞാൻ അറേഞ്ച്മെൻറ്റ്സും പരിപാടിയൊക്കെ ആയിരിക്കും ഇനി ബാക്കിയൊക്കെ. വന്ന് പടക്കറ പടക്കം കുക്കു. ഇതിന് മാത്രമൊന്നുമില്ല, കുറച്ചേ ഉള്ളത്. വലുതിരിക്കൊണ്ട് വലിയ കവറായോണ്ട് അങ്ങനെ തോന്നണത്. കമ്പത്തിലേക്കുള്ള കമ്പത്തിന് മീനാക്ഷിക്കുള്ളതാണ് കേട്ടല്ല. കേട്ടതാ കമ്പത്തിരി ഓൺലി ഫോർ മീനാക്ഷി. കഴിച്ച് അങ്ങനെ പടക്കമൊക്കെ മേടിച്ചു വന്നു വീട്ടിൽ കിടന്ന് റെസ്റ്റ് എടുത്ത് ഞാൻ ഇപ്പോൾ വൈകുന്നേരം ഇപ്പം വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. എന്ന് വെച്ചാൽ ഉച്ചക്കൊന്നും ഇറങ്ങാൻ കത്തണം വെച്ചാൽ നിന്ന് കത്തണം വീര്. അങ്ങനെ ഇറങ്ങിയാൽ കരിഞ്ഞു പോകില്ല. അപ്പോൾ ഞാനെങ്കിൽ അമ്മയ്ക്ക് എന്തോ കുറച്ച് സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ, കുറച്ച് പച്ചക്കറി എന്തൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിന് പോവുകയാണ്. എൻ്റെ പൊന്നോ എന്ത് ചൂടാണെന്നോ. ഇത് മേടിച്ചോ? സേമിയ വാങ്ങിച്ചല്ലോ. സേമിയ നെയ്യ് പപ്പാട. ആ തൊലിയെ കളഞ്ഞിട്ട് കട വെളുത്തുള്ളിടാ. നല്ലപോലെ കള. വെളുത്തിരിക്കണല്ലേ വെളുത്തുള്ളി. വെളുത്തിരി കറുപ്പിക്കണം. നമ്മുടെ അവിടുത്തെ മെയിൻ മാർക്കറ്റ് കഞ്ഞിക്കുഴി മാർക്കറ്റ് എന്ന് പറയും. പണ്ട് ഇങ്ങനെ തന്നെയാണ്. പണ്ട് ദീക്കാണ് ഇവിടെയൊക്കെ മീൻ തട്ടോ ഇതൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുറേയൊക്കെ മാറി. ഞാൻ ഇവിടെ വന്നിട്ട് കുറേ നാളായി. മൊത്തത്തിൽ മാറി സെറ്റായിട്ടുണ്ട്. അവിടെ എല്ലാം കഴിഞ്ഞ് പർച്ചേസ് കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ ഇവിടെ വേറെ ബേക്കറി വന്ന് ഒരു ഉണ്ണിയപ്പം വാങ്ങിച്ച്. പിന്നെ ഇതായിരിക്കുന്ന സാധനങ്ങൾ അതാണ് പച്ചറൊട്ടി. ബ്രെഡിൻ്റെ വേറെ റേറ്റാണ്. പച്ചറൊട്ടി എന്ന് പറയും. നല്ല ടേസ്റ്റ് കൊടുത്തത്.
ഞാൻ വർഷങ്ങളുടെ ഇവിടെ നിന്ന് കഴിക്കുന്നത്. ഞാൻ പണ്ട് ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണേ. അതും വാങ്ങിക്കണം. പിന്നെ നന്നായിരിക്കുന്ന കേക്ക് കണ്ട, ആ കേക്കും വാങ്ങിക്കണം. പിന്നെ കുറച്ച് മിച്ചറും വാങ്ങിക്കണം. ഇതും കൂടി വാങ്ങിച്ച് കഴിഞ്ഞാൽ സെറ്റ്, ഏകദേശം പരിപാടി സെറ്റാണ്. ഇവിടെ ചില ആൾക്കാർക്ക് ഭയങ്കര അവർക്ക് ചായ വേണോ കോഫി വേണോ ചോദിക്കല്ലോ. ചോദിച്ചോളയാ അങ്ങനെ ചായ വേണോ കോഫി വേണോ? കോഫി മതി. കോഫി മതിയാ? മതിയോ? എന്ത് കോഫി വേണോ? നെസ്കഫേ വേണോ അതോ ബ്രൂ വേണോ? ഏത് വേണം? ബ്രൂ മതി. ബ്രൂ മതിയാ? ഒരു അരമണിക്കൂറിൽ സെറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, പോയിട്ട് വരണേ. ഓട്ടം പോയല്ലേ, പോയിട്ട് വന്നാൽ മതി. ഓക്കെ ഓക്കെ ശരി. അപ്പൊ ബർത്ത്ഡേ അങ്ങനെ മാർക്കറ്റിലെല്ലാം പോയി വന്ന് എല്ലാ പരിപാടിയും കഴിഞ്ഞ് സാധനങ്ങൾ എടുത്ത് അടുക്കി പെറുക്കി എല്ലാ ഓരോ സ്ഥലത്തൊക്കെ കൊടുത്ത് എല്ലാം ചെയ്ത് എല്ലാ പരിപാടിയും കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി. ഇപ്പം ഞാൻ അമ്പലത്തിൽ ഭജനുണ്ട്, അവിടം വരെ പോകണം. അപ്പം അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം? ദിവണെ ഒന്ന് വിട്ടു നോക്കണം. ഇത് നൈസ് സാധനമാണെന്ന് പുള്ളിക്കാരൻ പറഞ്ഞാൽ ഇതൊന്ന് വിട്ടു നോക്കിയിട്ട് നമുക്ക് പോയി നോക്കാം. തുടക്കം ഇത് വെച്ച് തുടങ്ങിയിട്ട് നമുക്ക് പോവാം. എങ്ങോട്ടാന്ന് വെച്ചാൽ നോക്കാം ഇതെങ്ങനെയാണെന്നുള്ളത്. ഫസ്റ്റ് ഇത് തന്നെ തുടങ്ങാം. ഇതിന്ന് തുടങ്ങിയിട്ട് ഈ വണം വിട്ട് തുടങ്ങിയിട്ട് ബാക്കി പരിപാടിക്ക് നമുക്ക് കിടക്കുന്നതാണ്. നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് തൽക്കാലം ഒരു സേഫ്റ്റി ഇഷ്യൂ, അതായത് അവിടെ മറ്റേ ചെടി അതൊക്കെ പോകണില്ല. അത് കാരണം ഇത് എങ്ങോട്ട് പോകുമെന്ന് അറിയാൻ മേലത്തോട് നമ്മൾ എന്ത് ചെയ്ത് റോഡിൽ കൊണ്ടുവന്നിട്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. ചന്ദ്രൻ ബീറോപ്പി സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ പിടിച്ച് നീ ഇട്ടേച്ച് ഫോൺ ഇട്ടേച്ച് ഓടരുത്, എനിക്കതാ പറയാനുള്ളത്. തുറക്കം തന്നെ പാളിച്ചാണ്, കുഴപ്പമില്ല. എന്നാലും നമ്മൾ മുന്നേറും. ഓക്കെ ഇത്ര വേണ്ടായിരുന്നു. കൊള്ളാം, നന്നായി പോസ് ചെയ്ത് വെച്ച വീഡിയോ, വെരി ഗുഡ്. സാധനം കൊള്ളാം. നോക്കിയതേ പുകവന് നോക്കി അങ്ങ് അണ്ടം വരെ പോയി പൊട്ടി. കൊള്ളാം. ഇനി നമുക്ക് നേരെ ഇനിയൊരു വേണ്ട, ഇനി എന്തെങ്കിലും ബാക്കിയൊക്കെ നോക്കിയിട്ട് വന്നിട്ട് പൊട്ടിക്കാം. ഓക്കെ ഇനിയിപ്പോൾ ഞാൻ പതിനഞ്ചാലായിട്ട് ഇവിടെ കാഷ് എന്തായാലും ഞാൻ ഇറങ്ങി. അപ്പോൾ പിന്നെ ഈ ഒരു റോക്കറ്റ്, ഈ വിസിൽ പിന്നെ റോക്കറ്റിലൂടെ കത്തിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. എവിടെ ബീറൂപ്പിരുന്ന് എവിടെ പോയി? അയ്യോ ബീറൂപ്പിരുന്ന് എങ്ങോട്ട് പോയി? ബീറൂപ്പിരുന്ന് അനിയത്തെടുത്തുകൊണ്ട് പോകുന്നതാണ്. സ്വിച്ച് അവിടെ എടുത്തുകൊണ്ട് പോകുന്നതാണ്. ബീറോപ്പി വലിയ അടുത്ത് വിടാമെന്ന് പറഞ്ഞ് വന്നായിരുന്നു. അപ്പോൾ അത് കൊണ്ടുപോയി. ഇനിയിപ്പോൾ ആ തപ്പി എടുത്തിട്ട് വരട്ടെ. ഇല്ല ഖത്തർ അത് കൊള്ളാം, അത് വെറുത്ത് പറഞ്ഞാൽ വെറുത്ത്. അവൻ കൊള്ളാം, നല്ല സൗണ്ട്. അതൊരു 10-15 കൂടെ മേടിച്ച് കഴിഞ്ഞാൽ പൊളിയായിരുന്നു. ഓക്കെ ഇനി ഞാൻ എൻ്റെ പരിചയമായിട്ട് പോട്ടെ. വന്നപ്പോൾ തന്നെ ഇവിടെ വാണ്ടപ്പട എല്ലാം കൂടെ പടക്കം കത്തിക്കുന്ന പരിപാടിയാണ്. ചക്രം കത്തിക്കടാ. ഓ അത് വെറുത്താണല്ല, നല്ലതൊന്നും കത്തിയല്ലേ. ഇങ്ങോട്ട് പറ, ഇങ്ങോട്ട് വിനാശ് ഇങ്ങോട്ട് വരി. ഇങ്ങോട്ടാ ഇവിടെ അടുത്ത് 1.5 കിലോമീറ്റർ അപ്പുറത്താണ് കത്തിക്കണത്. കത്തറ പൂക്കുറ്റി അതെ കാമിച്ചത്തേക്ക് നീ മാറിയെന്നറി ചിലപ്പോ. വീട്ടിലെ തകർപ്പോടെ നടന്നിരിക്കുമ്പോഴേക്കും ഞാൻ അടുത്ത തകർപ്പ് കറക്കാനായിട്ട് എവിടെ അൻസപ്പൻ ഉണ്ണിമോൻ ആദിസ്യത്തിന് അവൻ 2 പിള്ളേർ എല്ലാം ഉണ്ട്. ഒരുത്തൻ പൂക്കുറ്റി എത്തിക്കാൻ വേണ്ടി കുറേ കണ്ട് ശ്രമിക്കുന്നുണ്ട്. ഇതിന് നടക്കാനില്ല. ഇന്നെങ്ങനെ കത്തിക്കോ? ചക്ര
ഗത കത്തിക്കപ്പെടെ ഗത വീട്ടിൽ പിടിക്കുക പുക മാത്രമുണ്ട് അവളെ KDM കമ്പനിയുടെ അവസാനത്തെ സാധനം കമോൺ 40 ഷോട്ടിന്റെ പതക്കം. അയ്യോ 40 ഷോട്ടിന്റെ 60 ഷോട്ടിന്റെ 60 ഷോട്ടിന്റെ സ്വാമി 60 അയ്യോ കണ്ടു അയ്യോ അയ്യോ കമ്പനി നീ വെക്ക് നിൽക്കണ ധൈര്യം കമൺ കമൺ പോയി വെക്കടാ ഒരു കെട്ട് കഴിഞ്ഞിട്ടില്ല നീ പോയി പൊക്കട അമ്പൊക്കും എനിക്ക് വെടിയില്ല ഞാൻ നിങ്ങളുടെ നേരെ വെക്കും പൊക്കടാ 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 തീർന്നു പോടാ തീർന്നു പോയി അയ്യേ തീർന്നു പോയി അയ്യേ ആ മോന്തത് കണ്ടേ അയ്യോ ഉണ്ണിച്ചമ്പൊക്കെ തീർന്നു പോയേ അയ്യോ അയ്യോ ധൈര്യം ആ പൊക്കാൻ കാണിച്ച എല്ലാം തീർന്നപ്പോഴാണ് പൊക്ക കാണിച്ച ധൈര്യം കാണിച്ചത് അയ്യോ പൊക്കാൻ കാണിച്ച ധൈര്യം ഉണ്ടായിരുന്നു ധൈര്യം ഉണ്ടായിരുന്നില്ല 59 നീ പൊക്കിയത് ഞാൻ എണ്ണീതല്ല ഓടിക്കണം ഗുണ്ടെന്താണ് ഇങ്ങനെയൊന്നും അല്ലടാ ഉണ്ണെണ്ണ നീ ആ പൊട്ടിച്ചൊരു ഇവിടെ സാധനം തരും ഞാൻ പറട്ടെ അണ്ണം വേണ്ടിട്ട് കഴിഞ്ഞാൽ എന്റെ വണ്ടിയിലാണത് ഓ എന്റെ മോനെ കൺവീൻസിങ് കിങ് ഗൈസ് അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ കുഞ്ഞൊരു വിഷുവിൻ്റെ തലേദിവസ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു തലേദിവസ വൈബല്ലേ ഇപ്പം ഞാൻ എന്ത് വരുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ കുഞ്ഞു വീഡിയോ അപ്പോൾ മറ്റൊരു വിഷു ഡെയിൻ മേ ലൈഫ് വീഡിയോ വീണ്ടും ചിന്തിക്കും വരയ്ക്കും വണക്കം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കാൻ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ ബൈ ഹാപ്പി വിഷു എല്ലാവർക്കും